ഹായ്, വെൽക്കം ടു എജുബിറ്റ്സ് ലേണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കഴിഞ്ഞ ദിവസം വരെ നമ്മൾ സൈക്കോളജിയുടെയും സോഷ്യലിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ ഇടുന്നുണ്ട്. തീർച്ചയായും ഇന്ന് നമ്മൾ സോഷ്യലിൻ്റെ ചോദ്യങ്ങൾ കുറച്ചും കൂടി വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട്. കാരണം സോഷ്യലിൽ എക്കണോമിക്സ് വരാറുണ്ട്, ഹിസ്റ്ററിയുടെ ചോദ്യങ്ങൾ വരാറുണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്സ്, ജോഗ്രഫി എല്ലാം വരാറുണ്ട്. അപ്പം അതിൽ നിന്ന് എക്കണോമിക്സിൻ്റെ ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ മലയാളവും ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സൈക്കോളജിയിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ എപ്പോഴും വരാറുള്ള ചോദ്യങ്ങളാണ്. അതുമാത്രമല്ല അതിൻ്റെ എക്സ്പ്ലനേഷൻ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് തന്നെ ഇന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. മാത്രമല്ല നമ്മൾ നിലവിലുള്ള 30 days ക്രാഷ് ബാച്ച് നിലവിൽ അതിൻ്റെ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1-2 ദിവസങ്ങൾ, അതായത് ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാം. വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് അതിൽ ബാക്കിയുള്ളത്. ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും 30 ദിവസം സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ പഠനം കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേട്ട് നമുക്ക് നേടിയെടുക്കാം. അതാണ് നിലവിൽ നമ്മളുമായി ജോയിൻ ചെയ്ത ആളുകളുടെയൊക്കെ അവരുടെ ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും ഇന്നത്തെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇതിൽ 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇതിൽ വരുന്നത്, താഴെ കൊടുത്ത കൂട്ടങ്ങളിൽ സാമീപ്യ നിയമത്തിന്, അതായത് ലോ ഓഫ് പ്രോക്സിമിറ്റി, അതിൻ്റെ സമാനമായ കൂട്ടം ഏതാണ്? അപ്പോൾ ഇതെന്താണ്? സാധാരണ സ്ഥിരമായി വരുന്നൊരു ചോദ്യമാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി. അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റാൾട്ട് സൈക്കോളജിയിലെ നിയമങ്ങളാണ് ചോദിച്ചത്. ഇതിൽ ലോ ഓഫ് പ്രോക്സിമിറ്റി ഏതാണ്? ലോ ഓഫ് പ്രോക്സിമിറ്റി ഇവിടെ നോക്കൂ നിങ്ങൾ. ഒരു 4 ഓപ്ഷൻസ്, കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. ഇതിൽ ഏതാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി? എന്താണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ നോക്കൂ. ഇവിടെ ഈ ഫസ്റ്റ് പിക്ചറിൽ 8 കള്ളികളുണ്ട്. 8 കള്ളികളുണ്ട്, സ്ക്വയർ ഉണ്ട്. എന്നാൽ ഈ സ്ക്വയറിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അല്ലേ, 3 കൂട്ടങ്ങളായിട്ടല്ലേ? അതായത് അടുത്തടുത്ത 2 എണ്ണത്തെ ഒരു കൂട്ടമായിട്ട് നമുക്ക് തോന്നുന്നു അല്ലേ? അതുപോലെ തന്നെ അടുത്ത 2 എണ്ണം ഒരു കൂട്ടമായിട്ട്, അങ്ങനെ 3 കൂട്ടങ്ങളായിട്ട് നമ്മൾ കാണുന്നു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി. അതുപോലെ ഇവിടെ രണ്ടാമത്തെ പിക്ചേഴ്സിൽ നിങ്ങൾക്ക് 8 വരകൾ കാണാം. ഈ 8 വരകളിൽ സത്യത്തിൽ 2 വരകൾ അടുത്തടുത്ത് വരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഒരു കൂട്ടമായി കാണുന്നു, മറ്റൊരു കൂട്ടം, അങ്ങനെ കൂട്ടമായിട്ട് അടുത്തടുത്ത വസ്തുക്കളെ ഒരു കൂട്ടമായി കാണുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ആളുകൾ കൂട്ടമായിട്ട് നിൽക്കാറില്ലേ? അപ്പൊ ബസ് വരാത്തപ്പോൾ ഇങ്ങനെ ചെതറിക്കെടുക്കും. അത് നമ്മൾ കൂട്ടമായി വീക്ഷിക്കാറില്ല. അതേ സമയത്ത് ഒരു ബസ് വരിക, ആ സമയത്ത് ആളുകൾ ആ ബസ്സിലേക്ക് കയറാൻ വേണ്ടി കൂട്ടമായി നിൽക്കുമ്പോൾ നമ്മൾ ബസ് കയറാനുള്ള ഒരു കൂട്ടമായിട്ട് നമ്മൾ വീക്ഷിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ മറ്റു ലോസുകളും കൂടി നമുക്ക് പറയാം. ലോ ഓഫ് സിമിലാരിറ്റി, ഒരേപോലുള്ള വസ്തുക്കൾ ഒരു കൂട്ടമായി നമ്മൾ വീക്ഷിക്കാറുണ്ട് അല്ലെ? ഒരുപോലെയുള്ള വസ്തുക്കളെ ഇപ്പോൾ കുറച്ച് ഇവിടെ കുറച്ച് സർക്കിൾസ് കാണുന്നു. അതേ സമയത്ത് നമ്മൾ മറ്റൊരു കളറിൽ വേറൊരു കളറിൽ പച്ച സർക്കിളുകളും വരയ്ക്കുന്നു. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാകുന്നത്? ചുവന്ന ഇതൊക്കെ സർക്കിളുകളാണെങ്കിലും നമ്മളിത് ബബിൾസ് എന്ന് പറയാം. ഇതിൽ ആദ്യത്തേനെ നമ്മളൊരു കൂട്ടമായി കാണുന്നു, ഒരുപോലുള്ള വസ്തുക്കൾ ഒരു കൂട്ടമായിട്ട് കാണുന്നു. രണ്ടാമത്തേനെ മറ്റൊരു കൂട്ടമായിട്ടു അല്ലേ? ഇങ്ങനെ ഒരുപോലുള്ളതിനെ ഒരു കൂട്ടമായി കാണുന്നതിന് നമുക്ക് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയാം. ലോ ഓഫ് സിമിലാരിറ്റി. പ്രോക്സിമിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇനി ലോ ഓഫ് ക്ലോഷർ നമുക്കറിയാം. ക്ലോഷർ, ഉദാഹരണത്തിന് കുറെ വരകൾ കൂടിയിട്ട് ഒരു സർക്കിളായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മളൊരു സർക്കിളായിട്ട് ഇതിനെ വീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ലോ ഓഫ് ക്ലോഷർ എന്ന് പറയാം. ലോ ഓഫ് കണ്ടിന്യൂറ്റി, തുടർച്ചാ നിയമങ്ങൾ. ഉദാഹരണത്തിന് നമ്മൾ കുറെ സർക്കിളുകൾ വരയ്ക്കുക അല്ലേ? ഇതിൻ്റെയൊക്കെ കേന്ദ്ര ബിന്ദു ഒന്നാണ് അല്ലേ? സെൻട്രൽ ഒരു കേന്ദ്ര ബിന്ദു ഉണ്ട്. ഈ സർക്കിളുകളെ നമ്മളൊരു സ്പൈറലായിട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് രൂപപ്പെടും. എന്തുകൊണ്ട്? അതാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ ഫിഗർ ഗ്രൗണ്ട് പെർസെപ്ഷൻ, ഇതാണ് നാം എടുക്കുന്ന ഫോട്ടോ. ഒരു ഇമേജ് എടുത്താൽ നമ്മൾ ഉദ്ദേശിച്ച ആളെ മാത്രം നമ്മൾ അതിലൂടെ കാണുന്നു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഇതിനാണ് ഫിഗർ ഗ്രൗണ്ട് പെർസെപ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ എല്ലാ കൺസെപ്റ്റും മനസ്സിലാക്കാം. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം.
ഗൃഹപാഠം ചെയ്യാതെ ഏഴാം പീരീഡിൽ കളിക്കാൻ വിടുന്നതല്ല. ടീച്ചർ പറയാം, ഇത് കൺസെപ്റ്റ് ചോദ്യം കേട്ടോ. ഗൃഹപാഠം ചെയ്യാതെ ഏഴാം പീരീഡിൽ കളിക്കാൻ വിടുന്നതല്ല. അപ്പൊ രാധ ടീച്ചർ ഇത് കേട്ട നിമിഷം തന്നെ ചില കുട്ടികൾ നോട്ട് പുസ്തകത്തിൽ എഴുതി തുടങ്ങി. ഇവിടെ ടീച്ചർ പ്രയോഗിച്ച പഠനതന്ത്രം അല്ലേ, ടീച്ചർ എന്താണ് ലേണിംഗ് ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്. ഈ രണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന രണ്ടൊരു ഏരിയയാണ് റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും. അതാണ് ഇവിടെ ഓപ്ഷനിൽ. ഒന്ന് നോക്കൂ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ലോ ഓഫ് റെഡിനെസ് അല്ലേ, റെഡിനെസ് അങ്ങനെ ഒരു ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ലോ ഓഫ് എഫക്റ്റ്. അപ്പൊ എന്താണ് ഇവിടെ വന്നിട്ടുള്ളത്? ഇപ്പൊ നമുക്കറിയാം റീഇൻഫോഴ്സ്മെന്റ് പോസിറ്റീവ് നെഗറ്റീവ്. ഇവിടെ ടീച്ചർ എന്താ പ്രയോഗിച്ചത്? പണിഷ്മെന്റ് ആണോ റീഇൻഫോഴ്സ്മെന്റ് ആണോ? ഇവിടെ ടീച്ചർ എന്താണ് റീഇൻഫോഴ്സ്മെന്റ് ആണല്ലോ പ്രയോഗിച്ചത്. അപ്പൊ എന്താണ് അത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ വരുന്നത്, ഇവിടെ കുട്ടികളെ കളിക്കാൻ വിടുന്നതല്ല എന്ന് പറഞ്ഞല്ലോ. ഇത് കുട്ടികളെ കളിക്കാൻ വിടാത്തത് കുട്ടികൾക്ക് ഒരു ഇഷ്ടമില്ലാത്ത കാര്യം, അൺപ്ലസന്റ് ആയ ഒരു കാര്യമാണ്. അപ്പൊ ടീച്ചർ പറയുന്നു കളിക്കാൻ അൺപ്ലസന്റ് ആയ ഒരു കാര്യം ടീച്ചർ ഒഴിവാക്കി കൊടുക്കുന്നത് എപ്പോഴായിരിക്കും? അവര് ഗൃഹപാഠം ചെയ്താൽ, അവർ ഹോംവർക്ക് ചെയ്താൽ അൺപ്ലസന്റ് ആയ കാര്യം അവർ ഒഴിവാക്കി കൊടുക്കുന്നു. ഇതിനെ പറയുന്ന പേരാണെന്ത്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. എന്താണ് പറയാ? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, അതാണ് ഇവിടുത്തെ ശരിയായത്. അതേ സമയത്ത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, ടീച്ചർ ഒരു കുട്ടി ഒരു വർക്ക് ചെയ്തു, ടീച്ചർ തലോടുന്നു. സത്യത്തിൽ എന്താണ്? അതൊരു പോസിറ്റീവ് അല്ലേ? അതെ. അതുപോലെ നമുക്ക് ജസ്റ്റ് നോക്കാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു വ്യവഹാരത്തിന് അഭിലഷണീയമായ പ്രതികരണം ഉണ്ടായാൽ ഉടനെ സമൃദ്ധിജനകമായ ഒരു അനുഭവം നൽകുക, അതാണ് പോസിറ്റീവ് ഇല്ലേ? അതാണ് തലോടുക. അല്ലെങ്കിൽ നമ്മളൊരു പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ അതിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പൊ കാരണം കുട്ടികളുടെ അടുത്തുനിന്ന് ഒരു എന്താണ് നല്ലൊരു പ്രതികരണം കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇനി അപ്പോൾ എന്താണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസ്വാസ്ഥ്യജനകമായ ഒരു ചോദകം, അതായത് അല്ലേ, അത് കുറേ നേരത്തേക്ക് നമ്മൾ തടഞ്ഞു വെക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നത് മൂലം ഒരു അഭിലഷണീയമായ പ്രതികരണം ആവർത്തിക്കാൻ സഹായിക്കുന്നത്. അതായത് ഇത് നമുക്ക് ഈ രണ്ട് സാധനം, റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലേ. അവിടെ നിന്ന് നമ്മൾ ഒരു പണിഷ്മെന്റിൽ എന്താ ചെയ്യുന്നത്? പ്രസന്റിങ് ഓർ റിമൂവിങ് എ സ്റ്റിമുലസ് ടു ഡിക്രീസ് ദ ലൈക്ലിഹുഡ് ഓഫ് ബിഹേവിയർ. അവിടെ ഒരു ബിഹേവിയർ എന്ത് ചെയ്യുക, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ. അതേ സമയത്ത് നമ്മൾ ഇവിടെ റീഇൻഫോഴ്സ്മെന്റിൽ എന്താ ശ്രമിക്കുന്നത്? അത് ശ്രദ്ധിച്ചാൽ മതി. റീഇൻഫോഴ്സ്മെന്റിൽ കുട്ടി ഒരു അഭിലഷണീയമായ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രസന്റ് ചെയ്യുന്നു, നൽകുന്നു, അതല്ലെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അതേ സമയത്ത് പണിഷ്മെന്റിൽ ഒരു ബിഹേവിയർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് കുട്ടി ക്ലാസ്സിൽ ഒരു എന്തെങ്കിലും അച്ചടക്കരാഹിത്യം കാണിക്കുന്നത്, അപ്പൊ അത് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഏത്? പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയല്ലോ? പണിഷ്മെന്റും റീഇൻഫോഴ്സ്മെന്റും മാറിപ്പോകരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് മീൻസ്, ഇത് മനസ്സിലായോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്? നോട്ട് പ്രസന്റിങ് എനി സ്റ്റിമുലസ്, ഒരു ചോദകവും നമ്മൾ പ്രസന്റ് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല എന്നാണോ? പ്രസന്റിങ് ആൻ അൺപ്ലസന്റ് സ്റ്റിമുലസ്, ഒരു അൺപ്ലസന്റ് ആയ സ്റ്റിമുലസ് കൊടുക്കുകയാണോ? പണിഷ്മെന്റ് ചെയ്യലാണോ? ടെർമിനേറ്റിംഗ് ആൻ അൺപ്ലസന്റ് സ്റ്റിമുലസ്, ഒരു അൺപ്ലസന്റ് സ്റ്റിമുലസ് ടെർമിനേറ്റ് ചെയ്യാണോ? എന്താണ് ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ ആ ടീച്ചർ എന്ത് ചെയ്യുന്നു? ടീച്ചർ അവിടെ റിമൂവ് ചെയ്യുന്നതല്ലേ? റിമൂവ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ടെർമിനേറ്റിംഗ് ആൻ അൺപ്ലസന്റ് സ്റ്റിമുലസ്, അൺപ്ലസന്റ് ആയ സ്റ്റിമുലസ് അവിടുന്ന് റിമൂവ് ചെയ്യുമോ? അപ്പൊ കുട്ടികൾ നല്ലൊരു പ്രതികരണം കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തവയിൽ റോബർട്ട് ജെ ഹാവിഗസ്റ്റിന്റെ വികസന പ്രവൃത്തിയിൽ ഉൾപ്പെടാത്തത്. നമ്മൾ പറഞ്ഞ ടോപ്പിക്കുകളിൽ വരാത്തൊരു ടോപ്പിക്കാണ് എന്ത്? ഡെവലപ്മെന്റ് ടാസ്ക്. അതുമായി ക്വസ്റ്റ്യൻ വന്നല്ലോ. നോക്കൂ, എന്താണ് ഈ ഡെവലപ്മെന്റ് ടാസ്കിൽ പെടാത്തത്? ആരാണ് ഇതിന്റെ വക്താവ് എന്നറിയോ? ആരാണ്? ഹാവിഗസ്റ്റ് അല്ലേ? മറന്നു പോകരുത് കേട്ടോ. ഐസ്തെറ്റിക് ഫോഴ്സ്, സൗന്ദര്യാത്മക ശക്തി, ഫിസിക്കൽ മെച്ചുറേഷൻ, അതുപോലെ വാല്യൂസ് ആൻഡ് ആസ്പിരേഷൻസ്, കൾച്ചറൽ പ്രഷർ. ഏതാണ്? അതായത് സാംസ്കാരിക സമ്മർദ്ദം. ഏതാണ് ഇതിൽ പെടാത്തത്? ഏതാണ് പെടാത്തത്? ഓപ്ഷൻ എ, ഐസ്തെറ്റിക് ഫോഴ്സ് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? അപ്പൊ നമുക്കറിയാം എന്താണ് ഡെവലപ്മെന്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാലോ, ഓരോ വ്യക്തിയും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ആവശ്യമായ ചില നൈപുണികളും വ്യവഹാരക്രമങ്ങളും നേടിയിരിക്കണം എന്നുള്ള പ്രതീക്ഷ സമൂഹം വെച്ച് പുലർത്തുന്നുണ്ട്. ഇതിനെയാണ് ഹാവിഗസ്റ്റ് എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് ടാസ്ക് എന്നോ അല്ലെങ്കിൽ ലേണിംഗ് ടാസ്ക് എന്നോ പറയുന്നത്. ഉദാഹരണം നോക്കൂ. 4 മാസം പ്രായമായ ശിശു അമ്മയെ കണ്ടാൽ ചിരിക്കും.
1 വയസ്സായ കുട്ടി അമ്മ എന്ന് വിളിച്ച് അമ്മയുടെ അടുത്തേക്ക് നടക്കും. അപ്പോൾ സൊസൈറ്റി അങ്ങനെയുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം ഡെവലപ്മെന്റ് ടാസ്ക് എത്രയാണ്? 3 തലങ്ങളാണ് കേട്ടോ. ശാരീരിക തലം, ഫിസിക്കൽ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫിസിക്കലായിട്ട്. 2 കൾച്ചറൽ പ്രഷർ, സാംസ്കാരികമായിട്ട്. 3 വ്യക്തിയിലെ വാല്യൂസ് ആൻഡ് ആസ്പിരേഷൻസ് എന്ന് പറയാം. ക്ലിയർ ആയ ഈ 3 ഘട്ടങ്ങളും ചേർന്നിട്ടാണ് ഒരാളിൽ സെൽഫ് രൂപപ്പെടുന്നത്. ഇതൊക്കെ ഇതിന്റെ ബേസിക് പോയിന്റുകളാണ് കേട്ടോ. ഇതൊന്നും വെറുതെ അല്ല, ഒക്കെ പഠിച്ചോളണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മിക്ക അധ്യാപകരും വൈകി വരുന്നവരെ ക്ലാസ്സിന് പുറത്തു നിർത്തുന്നു. എന്നാൽ എന്നും വൈകി വരുന്ന സനീഷിനെ ഷാരി ടീച്ചർ ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്നതിന് പകരം അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ക്ലാസ്സിൽ കയറ്റി. അധ്യാപികയുടെ ഈ പ്രവൃത്തി ഏത് മനഃശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, നിങ്ങൾ നോക്കൂ. അദ്ദേഹത്തിന്റെ ഓരോ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സത്യത്തിൽ ഇവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുക? നീഡ്സ് അല്ലേ, നീഡ്സ്. ഓരോരുത്തർക്കും ഓരോ നീഡ്സ് ഉണ്ട്, ആ ആവശ്യങ്ങൾ പരിഹരിക്കണം. ആ നീഡ്സ് ഇങ്ങനെ അല്ലേ, അപ്പോൾ അത് ആദ്യം പ്രൈമറി നീഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അടുത്ത നീഡ്സ് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ നീഡ്സ് കംപ്ലീറ്റ് ചെയ്ത് അവസാനം ഒരു സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തും. ആരാ പറഞ്ഞത്? എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്, ലെവ് വൈഗോട്സ്കി, ജെറോം എസ് ബ്രൂണർ. ആരാണ് പറഞ്ഞത്? അബ്രഹാം മാസ്ലോ. മാസ്ലോ പറഞ്ഞതല്ലേ? ഓക്കെ, നമ്മളത് മനസ്സിലാക്കണേ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നീഡ്സിന്റെ ഒരു നേരിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലേ, അങ്ങനെ ഓരോ സേഫ്റ്റി നീഡ്സ്, അതുപോലെ ലവ് ആൻഡ് ബിലോങ്ങിങ്സ് നീഡ്സ്, അങ്ങനെ ഓരോ ഘട്ടങ്ങൾ നമ്മൾ നേരത്തെ ചോദിച്ചില്ലേ. തിരിച്ചു ചോദിച്ചാൽ ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, അപ്പൊ ഇവിടെ നോക്കൂ. മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ അടിസ്ഥാന ആവശ്യങ്ങളാണ് മാസ്ലോ തന്റെ ശ്രേണിയുടെ ഏറ്റവും അടിത്തട്ടിൽ നൽകിയ ശാരീരിക ആവശ്യങ്ങൾ, ഫിസിയോളജിക്കൽ നീഡ്സ്. ഈ അടിസ്ഥാന ആവശ്യം അവർ പരിഹരിച്ചു. വായു, വെള്ളം, ഭക്ഷണം, ഉറക്കം, ഇന്ദ്രിയ സുഖങ്ങൾ, ശാരീരികമായ സന്തുലനം എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന ഒരാളിൽ അടുത്ത ഘട്ടത്തിൽ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ആഗ്രഹം ജനിക്കുന്നു. ഇതതിന്റെ ബേസിക് കൺസെപ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സോഷ്യോഗ്രാം. ഇത് നമ്മൾ അല്ലേ സ്ഥിരമായിട്ട് വന്നിട്ടില്ല, പക്ഷെ ഇത് വരാറുണ്ട്. നമ്മൾ ഓരോ വർഷത്തെയും PYQs എടുത്തു നോക്കുമ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാം. അപ്പൊ ചില പ്രാവശ്യം ഇങ്ങനെയുള്ള ചില നമ്മൾ സാധാരണ നോക്കാത്ത ചില ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമുക്ക് ടഫായി തോന്നുന്നത്. എന്നും നോക്കുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഈസി ആയി തോന്നുന്നു, പക്ഷെ എല്ലാം ചോദിക്കാറുണ്ട്. നോക്കൂ. സോഷ്യോഗ്രാം ഉപയോഗിച്ച് കുട്ടികളെ വിശകലനം ചെയ്തപ്പോൾ അമ്പിളി ടീച്ചർക്ക് ലഭിച്ച ചിത്രീകരണം താഴെ കൊടുത്തതുപോലെയായിരുന്നു. അപ്പൊ സോഷ്യോഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അത് വെച്ച് ഇതിൽ എങ്ങനെയാണ്? ഇതേ രീതിയിലാണ് 3 ആളുകൾ കണക്ട് ചെയ്തു അല്ലെ പരസ്പരം. ഇതിന് പറയുന്ന പേരെന്താ? ക്ലിക്കുകൾ എന്നാണോ, ഗ്യാങ്ങുകൾ എന്നാണോ, സ്റ്റാർ എന്നാണോ, ടിൻസ് എന്നാണോ? ഏതാണ് ഇതിന്റെ പേര്? അത് ക്ലിക്സ് ആണ് അല്ലെ, ക്ലിക്കുകൾ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്ലാസ്സിൽ ഒരുപാട് ആളുകൾ കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമുക്ക് അവനെ സ്റ്റാർ എന്ന് പറയാം അല്ലെ. 2 വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമാണെങ്കിലോ അതിന് നമുക്ക് എന്ത് പറയാം? ട്വിൻസ് അല്ലെങ്കിൽ ദ്വന്ദ്ങ്ങൾ എന്ന് പറയാം. ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. പ്രേഷണ പഠനം, ഇംഗ്ലീഷ് ജസ്റ്റ് നോക്കുക. എൻറിച്ച്മെന്റ് പ്രോഗ്രാം, ഇപ്പൊ മനസ്സിലായില്ലേ? അതുപോലെ ശീഘ്ര മുന്നേറ്റം, റാപ്പിഡ് അഡ്വാൻസ്മെന്റ് അല്ലേ, അതെ. അതുപോലെ വേറിട്ട ക്ലാസ്സുകൾ, സെപ്പറേറ്റ് ക്ലാസ്, ഇരട്ടക്കയറ്റം, ഡബിൾ പ്രൊമോഷൻ എന്നീ പരിപാടികൾ ഏത് തരം കുട്ടികൾക്കാണ് ഏറ്റവും നല്ലത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടിയെ ഡബിൾ പ്രൊമോഷൻ 5ൽ നിന്ന് ജയിച്ച കുട്ടിയെ നേരെ ഒരു 8ൽ Aയിലേക്ക് കൊടുക്കുക, Aയിലേക്ക് പറഞ്ഞേക്കാം. അപ്പൊ കുട്ടിയെ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിൽ നേരിട്ട് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ആരായിരിക്കും? സർഗപരതയുള്ള കുട്ടികൾ, പ്രതിഭാശാലികൾ, പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, ശാരീരിക വൈകല്യമുള്ളവർ. അവസാനത്തെ 2 ആവില്ല, പിന്നെ ആരേ ഉള്ളൂ? പ്രതിഭാശാലികളും ക്രിയേറ്റീവ് ചിൽഡ്രൻ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ആരുടേതാണ്? ഗിഫ്റ്റഡ് ചിൽഡ്രൻ. അവരുടെ പ്രത്യേകത, അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനും പഠിച്ചോളൂ. എന്തൊക്കെ കൊടുക്കാനുണ്ട്? എൻറിച്ച്മെന്റ് പ്രോഗ്രാം, റാപ്പിഡ് അഡ്വാൻസ്മെന്റ്, സെപ്പറേറ്റ് ക്ലാസ്, അതുപോലെ തന്നെ ഡബിൾ പ്രൊമോഷൻ. ഇവിടെ നമ്മൾ എല്ലാം ഇതൊക്കെ അവർക്ക് കൊടുക്കാം എന്നുള്ളതാണ് കേട്ടോ. ഇനി അതായത് ഇപ്പോൾ ഉദാഹരണം നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു. ഒരു ക്ലാസ്സിലെ കുട്ടി കണക്ക് നല്ല ബുദ്ധിയുണ്ട്, പെട്ടെന്ന് കണക്കുകൾ ചെയ്തിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു. അപ്പോൾ ആ കുട്ടികൾക്ക് ആ ഒരു ക്ലാസ്സിൽ നിന്ന് അവൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് കുട്ടി. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കൂ. വിദ്യാലയത്തിൽ നിരന്തരമായി മോഷണം നടത്തുന്ന ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന് PTA ആലോചിച്ചപ്പോൾ അവന്റെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി ശിക്ഷ നൽകാതെ നീതിയും സമത്വവും പരിഗണിച്ച്, എന്താണ് നീതിയും സമത്വവും പരിഗണിച്ച് തുടർ പഠനത്തിന് അവസരം നൽകി.
അധ്യാപകന്റെ ഈ പ്രവൃത്തി കോൾബർഗിന്റെ ഏത് നൈതിക വികാസത്തിൽ പെടുന്നതാണ്? മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓരോ കോൾബർഗിന്റെ ആദ്യ 6 സ്റ്റേജുകൾ, അതായത് 3 ഘട്ടങ്ങളായിട്ട് ഓരോന്നിലും 2 ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. പക്ഷെ അത് തിരിച്ചു ചോദിക്കുകയാണ്. ഇവിടെ ഒരു കൺസെപ്റ്റ് ഏതാണ്? ഇത് ഏത് ഘട്ടത്തിൽ പെടുന്നതാണ്? ഇവിടെ നീതിയും സമത്വവും പരിഗണിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതായിരിക്കും? ശിക്ഷയും അനുസരണയുമാണോ? സാർവജനീന സദാചാര തത്വം, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണോ? സാമൂഹിക സുസ്ഥിതി, ലോ ആൻഡ് ഓർഡർ, ലോ നിയമം കൃത്യമായിട്ട് നടക്കണം എന്നുള്ളതാണോ? സാമൂഹിക വ്യവസ്ഥാ നിയമം, സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷൻ, ഏതാണ് വരുന്നത്? ഏതാണ് ഇവിടെ നമുക്കറിയാം, ഇവിടെ നീ സത്യത്തിൽ ആ കുട്ടി നിരന്തരമായി മോഷണം, ലോ ആൻഡ് ഓർഡർ നോക്കുകയാണെങ്കിൽ അവനെ എന്ത് ചെയ്യുക? നിയമം അനുസരിച്ച് അവനെ ശിക്ഷിക്കണം. പക്ഷേ ഇവിടെ എന്താ ചെയ്തത്? സമത്വവും നീതിയും മനസ്സിലാക്കി അവന്റെ പശ്ചാത്തലം പരിഗണിച്ച് അവിടെ നമ്മൾ നിയമങ്ങൾക്കപ്പുറം പരിഗണിച്ചു. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഏത്? സാർവജനീന സദാചാര തത്വം, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ. അപ്പൊ ഇതിൽ നമുക്കറിയാം, നീതിക്കും യുക്തിക്കും നിരക്കുന്ന വിധത്തിൽ സദാചാരത്തെ നിർവഹിക്കാൻ കഴിയുന്നു. ഇവിടുത്തെ സദാചാരം, മോഷണം എന്നുള്ളത് അവിടെ നമ്മൾ എന്താ ചെയ്തത്? നീതിക്കും യുക്തിക്കും അനുസരിച്ചാണ് അതിനെ നിർവചിച്ചത്. ന്യായം, നീതി, സമത്വം തുടങ്ങിയ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നൈതിക ബോധം ഉണ്ടാക്കുകയും നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥയെയും നിയമങ്ങളെയും അത്തരത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്നു. ഇതിൽ നമ്മൾ ഹെയ്ൻസിന്റെ കഥ, കഴിഞ്ഞൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഹെയ്ൻസിന്റെ കഥയിൽ അല്ലേ, അതിന്റെ ഏത് അടിസ്ഥാനത്തിലാണ് ജഡ്ജി വിധിച്ചത്? ആ കഥയിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ വെക്കാം. ഹെയ്ൻസ് മരുന്ന് മോഷ്ടിച്ചതിൽ തെറ്റില്ല. കാരണം തൻ്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണം. വസ്തുവകകൾ സംരക്ഷിക്കുന്നതിനേക്കാൾ ധാർമ്മികമായ ബാധ്യത മനുഷ്യജീവൻ രക്ഷപ്പെടുത്തുന്നതിലാണ്. ഓക്കെ, ഈ കഥ വെച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ 6 ഘട്ടങ്ങൾ, സത്യം പറയും നിങ്ങൾക്ക് 6 ഘട്ടങ്ങൾ പെട്ടെന്ന് ഓടുന്നുണ്ടോ? പക്ഷേ ഈ ഒരു രീതിയിൽ അത് പഠിച്ചാൽ നമുക്കത് മനസ്സിലേക്ക് നിൽക്കും. ഓക്കെ, അവിടെ ഫസ്റ്റ് നമ്മൾ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിളിലെ ഗാന്ധി, നെൽസൺ മണ്ടേല, ഇവർ നിയമലംഘന പ്രസ്ഥാനങ്ങളൊക്കെ കേട്ടില്ലായിരുന്നോ? നിയമത്തെക്കാൾ അപ്പുറം സമൂഹത്തിന്റെ ചില ബോധങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുത്തു. അവിടെ നോക്കൂ, ഇതിൽ ആദ്യത്തേതായിരുന്നു ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ്. നേരത്തെ ഓപ്ഷനിൽ പറഞ്ഞില്ലയോ, അനുസരണ. ചെറിയ കുട്ടികളിലൊക്കെ അതാണ്, ശിക്ഷയെ പേടിച്ച് അനുസരണ കാട്ടുന്നു അല്ലേ? അപ്പൊ അതാണ് അനുസരണ, അതാണ് ഫസ്റ്റത്തെ വരുന്നത്. അതുപോലെ ഇതിൽ പറഞ്ഞതാണ് മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ അല്ലേ? സോഷ്യൽ ഓർഡർ, അത് ഇതിൽ 4ാമത്തെ ഘട്ടമാണ്. 3ാമത്തെ ഘട്ടം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? കുട്ടി എന്ത് ചെയ്യുന്നു? ഗുഡ് ബോയ് അല്ലേ, ഗുഡ് ഗേൾ ഓറിയന്റേഷൻ. മറ്റുള്ളവർക്കിടയിൽ നല്ല കുട്ടി ചമയാൻ വേണ്ടിയിട്ട്, അല്ല നല്ല കുട്ടി എന്നുള്ളൊരു വിളി കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യും? നന്നായിട്ട് നിൽക്കുന്ന ഗുഡ് ബോയ്, ഗുഡ് ഗേൾ ഓറിയന്റേഷൻ. അതിൽ 4ാമത്തെ ഘട്ടമാണ് എന്ത്? സോഷ്യൽ ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ വരുന്നത് കേട്ടോ. ഇനി നോക്കൂ, മറ്റൊരു ക്വസ്റ്റ്യൻ. തലയണയെ തൻ്റെ കൂട്ടുകാരിയായി സങ്കല്പിച്ച് സംഭാഷണം നടത്തുന്ന കുട്ടി. പിയാഷയുടെ കാഴ്ചപ്പാട്ടിൽ ഏത് മാനസിക കഴിവുകൾ പൂർത്തീകരണമാണ് നടത്തുന്നത്? ഏത് മാനസിക കഴിവുകളുടെ പൂർത്തീകരണം? അഹം കേന്ദ്രീകൃത ചിന്ത, ഈഗോസെൻട്രിക് തോട്ട്, ആനിമിസം, പ്രതീകാത്മക ചിന്തനം, സിംബോളിക് തോട്ട്, കേന്ദ്രീകരണം, സെൻട്രേഷൻ. ഏതാണ് ഇവിടെ ചെയ്യുന്നത്? തലയണയ്ക്ക് ജീവൻ കൊടുക്കുക, ജീവനുണ്ട് എന്ന് സങ്കല്പിക്കാതെ നമ്മൾ പഠിച്ചു. സചേതനത്വം എന്താണ്? ആനിമിസം എന്നുള്ളതാണ്. ഓക്കെ, സചേതനത്വം, ആനിമിസം. ഇവിടെ ഞാൻ ആനിമിസം പറഞ്ഞ വില്ലിങ്നെസ് ടു ആട്രിബ്യൂട്ട് ലൈഫ് ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ടു ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് അല്ലെ? അനിമേറ്റ് അല്ലാത്ത വസ്തുക്കൾക്ക് അനിമലിന്റെ ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുക, ജീവൻ കൊടുക്കുക, ജീവന്റെ സ്വഭാവങ്ങൾ കൊടുക്കുക. ഈഗോ സെൻട്രിസം നമ്മൾ പറഞ്ഞു എന്ത്? അതായത് എല്ലാം തൻ്റെ കണ്ണിലൂടെ കാണുക. ദ ചൈൽഡ് ഈസ് അണാബിൾ ടു ഡിസെൻഡർ ആൻഡ് ഫോക്കസ് ഓൺ അതേഴ്സ് പെർസ്പെക്റ്റീവ്സ് ഓർ ദ വേൾഡ് വ്യൂ. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് കാണാൻ പറ്റില്ല, എല്ലാം ഞാൻ കാണുന്നത് പോലെയാണ് ലോകം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തവയിൽ സമീപനം, അപ്രോച്ച് ആൻഡ് അവോയ്ഡൻസ് സംഘർഷത്തിന് യോജിച്ച ഉദാഹരണം. പുതിയൊരു ക്വസ്റ്റ്യൻ വന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ ഈ കൺസെപ്റ്റ് പറഞ്ഞുതരാം. അപ്രോച്ച്, അവോയ്ഡൻസ്, സംഘർഷം. ഇവിടെ കുറച്ച് കോൺഫ്ലിക്റ്റുകൾ പറയാനല്ലേ? കുറച്ച് കോൺഫ്ലിക്റ്റുകൾ ഏതൊക്കെയാണ്? അപ്രോച്ച്, അവോയ്ഡൻസ്, അപ്രോച്ച് അങ്ങനെയൊക്കെ പറയുന്ന 4 കോൺഫ്ലിക്റ്റ് പറയുന്നുണ്ട്. ഇവിടെ അപ്രോച്ച് ശരിക്കും എന്താ? അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായ കാര്യമാണ്. അവോയ്ഡൻസ് പറഞ്ഞാൽ നെഗറ്റീവായ കാര്യം. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ഇങ്ങനെ വരുന്നത് ആദ്യം പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് വരുന്നത് ഏതാണ്? ഏത് കോൺഫ്ലിക്റ്റ് ആണ്? കളിക്കാൻ കൂട്ടുകാരനോടൊപ്പം പോകണം, അത് സത്യത്തിൽ ഒരു പോസിറ്റീവ് അല്ലേ? TV-യിൽ ക്രിക്കറ്റ് കാണുകയും വേണം, അതൊരു പോസിറ്റീവ് അല്ലേ? അപ്പോൾ അതെന്താണ്? അപ്രോച്ചാണ്. എന്നാൽ വയറുവേദനയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ അച്ഛൻ്റെ അടി, അത് നെഗറ്റീവാണ്. അതുപോലെ ടീച്ചറിന്റെ ശിക്ഷ കിട്ടും, അത് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് കോൺഫ്ലിക്റ്റ്. കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുകയും വേണം,
അല്ലേ? ഗെയിം കളിക്കാൻ നല്ലൊരു കാര്യം പോസിറ്റീവ്, കാർട്ടൂൺ കാണാൻ അതും പോസിറ്റീവ്. അപ്പോൾ അത് അപ്രോച്ചാണ്. ഇനി ഇഷ്ടമില്ലാത്ത ടീച്ചറുടെ ഓൺലൈൻ ക്ലാസ് കാണാം, അത് ഇഷ്ടമില്ല, അപ്പം നെഗറ്റീവ്, അത് എന്താണ് അവോയ്ഡൻസ്. പിന്നെ വരുന്നത് നോക്കൂ, ഫുട്ബോൾ കളിക്കാൻ പോവുകയും വേണം, അതെന്താണ്, അത് ഒരു നെഗറ്റീവ്. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് ഉൾപ്പെടുത്താം? അപ്പോൾ ഇത് നമുക്ക് തിരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്, അതായത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, ആ രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതെടുക്കാം? ഡി എടുക്കാം. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും, അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തമായ മനോലൈംഗിക വികാസഘട്ടത്തിൽ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്, ഇതിൽ പിതൃകാമന അതായത് എലക്ട്രാ കോംപ്ലക്സ്, ഈഡിപ്പസ് കോംപ്ലക്സ് അല്ലേ, ഇത് ഈ സവിശേഷതകൾ കാണുന്ന പ്രായം അല്ലെങ്കിൽ ഘട്ടം നമുക്കറിയാം. ഈ എലക്ട്രാ കോംപ്ലക്സ്, ഈഡിപ്പക്സ്, അതായത് ഈഡിപ്പസ് എന്ന് പറഞ്ഞാൽ മകന്, ആൺമക്കൾക്ക് അമ്മയോടുള്ള സ്നേഹമാണ് എന്ത്, ഈഡിപ്പസ് കോംപ്ലക്സ്. എന്നാൽ പെൺമക്കൾക്ക് അച്ഛനോടുള്ളതാണ് എലക്ട്രാ കോംപ്ലക്സ്. ഇത് ഏത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഏത് ഘട്ടത്തിലാണ്? അദ്ദേഹത്തിന്റെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റിന്റെ ഏത് ഘട്ടമാണ്? ജനനേന്ദ്രിയ ഘട്ടം, ജെനിറ്റൽ സ്റ്റേജ്, ലാറ്റൻസി സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ആനൽ സ്റ്റേജ്. ഏതാണ് ഇത്? ഫാലിക് സ്റ്റേജിലാണ്. ഏതാണ്? ഫാലിക് സ്റ്റേജിലാണ് വരുന്നത്. ഓക്കെ, ഇതിൽ നമുക്കറിയാം ജെനിറ്റൽ സ്റ്റേജ് ഏറ്റവും ലാസ്റ്റിൽ വരുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ലാറ്റൻസി, ആനൽ സ്റ്റേജ് വരുന്നുണ്ട്, ലാറ്റൻസി സ്റ്റേജ് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇതിൽ വരുന്നത്, അതായത് ഈ ഇലക്ട്രാ കോംപ്ലക്സ് അതുപോലെ തന്നെ ഈഡിപ്പസ് കോംപ്ലക്സ്, അത് വരുന്നത് ഏതാണ്? ഫാലിക് സ്റ്റേജിലാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഇന്ന് ചെയ്യാൻ പറ്റി. ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഓരോ കൺസെപ്റ്റുകൾ പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് കൃത്യമായിട്ട് പഠിക്കുക, എക്സാമിന് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. അവസാനമായിട്ട് നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ, കോൺടാക്ട് നമ്പറിൽ ഉടൻ തന്നെ കണക്ട് ചെയ്യുക. തീർച്ചയായിട്ടും അടുത്ത കേട്ടറ്റ് എക്സാം നമുക്ക് തന്നെ നേടിയെടുക്കണം, ആ ഉറച്ച വിശ്വാസം. കൃത്യമായിട്ട് ഓരോ ദിവസം നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനി വലിച്ചു വാരി പഠിക്കരുത്, കൃത്യമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. ഓരോ ദിവസവും നിങ്ങളുടെ ടൈം ടേബിൾ കൃത്യമായി ഫോളോ ചെയ്യുക, അത് പ്രകാരം ഓരോ ടോപ്പിക്കുകൾ കവർ ചെയ്യുക. പിന്നെ PYQസിന് ഒരു സമയം കണ്ടെത്തണം, ഒരു നിശ്ചിത സമയം. ഇപ്പോൾ നൈറ്റിലാണെങ്കിൽ PYQs ചെയ്യാൻ. പിന്നെ നമ്മുടെ ഇതിപ്പോൾ സൈക്കോളജി, സോഷ്യൽ, സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, കഴിയണം. തീർച്ചയായും ഇനിയുള്ള ക്ലാസ്സുകൾ മലയാളം, ഇംഗ്ലീഷ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. സോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.